പിന്നെ അപ്പൊ ഞാനിവിടെ ഇറങ്ങാം. എന്തിനാ? വണ്ടിയുടെ കാശ് ബാങ്കിൽ അടയ്ക്കണ്ടേ? നാളെ അടച്ചാലും പോരെ? പോരാന്നേ. എന്താ പോരാന്ന് പറഞ്ഞ പോരാന്നർത്ഥം, അല്ല എന്താ? നാളെ അടച്ചാ മതിയടോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്നേ. കയറുന്നോ? ഞാൻ കോളേജിന്റെ അവിടെ കൊണ്ട് ഇറക്കാം. ഇറക്കാനും കയറ്റാനും ഞാനിത് ചരക്കാണോ? ചരക്കാണോ എന്ന് ചോദിച്ചാ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. വേണ്ട, കരയാം. വീട്ടിലെന്റെ അമ്മ അതാണല്ലോ പതിവ്. ഇന്നലെ പൂജിച്ചു വാങ്ങിയതാ. എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണ്ടേ കാണാനും തരാനും? ഇനി എന്തൊക്കെയാണാവോ ഇതിന്റെ നിഷ്ഠകള്? വേറൊന്നുമില്ല, വഴക്കുണ്ടാക്കരുത്, അത് തന്നെ. ഓഹോ, അപ്പൊ കള്ളു കുടിക്കാം, മത്സ്യമാംസമൊക്കെ കഴിക്കാം, ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യാം, വഴക്കുണ്ടാക്കരുതെന്ന് മാത്രം. അഥവാ ഉണ്ടാക്കിയാലും കൊടി കെട്ടിയ നിന്റെ തറവാട്ടുകാരോട് മാത്രം പാടില്ല, അല്ലേ? ആ തറവാട്ടിൽ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പുമാമി ഞാനും ഓരോന്നൊക്കെ ശ്രമിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്ത? ആദ്യം അവിടെ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറഞ്ഞ നിന്റെ അപ്പുമാമയോട് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞോളാം. വൈകിട്ട് കാണണം, അപ്പൊ പറഞ്ഞോളാം ബാക്കി. പിന്നെ അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് കാണാം, അപ്പൊ പറയാം. ആരാ ചേച്ചി അപ്പുറത്ത്? നിന്റെ പുന്നാര അളിയൻ, കൂടെ വഷളനുണ്ട് ചന്ദ്രൻ. എന്തിനാ വീട്ടുകളൊക്കെ പഠിക്കാത്ത കയറ്റിയ? കയറ്റിയല്ലോ, വിളിച്ചോണ്ട് വരികയല്ലേ. എന്താ ഉദ്ദേശം? എനിക്കറിയില്ല, കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ. ഞാൻ കൊണ്ട് കൊടുത്തോളാം. നീയായിട്ട് നമുക്കാരും ഇല്ലാത്തോരാ. ഈ വശീകരണത്തിന് വേണ്ടി നാരികളെ പ്രാപിക്കുമ്പോ ഇയാളായിരുന്നോ? താനെ പോന്നു? ഒരു കാര്യം. എന്താടോ? ആരോട് ചോദിച്ചിട്ട് അതിനകത്ത് കയറ്റേ? അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല, മൊത്തമാ. ഇനിയെങ്കിലും താൻ അതൊന്ന് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടിയല്ല. വേണ്ട, അത് കുറച്ച് മതി ഞങ്ങൾക്ക്. ഏതായാലും വിളിച്ചോണ്ട് വന്നു, കയ്യിലുള്ളത് അങ്ങ് തീർന്നോട്ടെ. വേണ്ടാന്ന്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം ഇയാളെ കൊണ്ട്, ഇല്ലെങ്കിൽ വിളിച്ചു പോയി ആളെ കൂട്ടും. ഒച്ചയുണ്ടാക്കാതെ താൻ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ, ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. പൊയ്ക്കോളൂ നീ. അതെ, വേറൊന്നും അല്ല. ആ ചെറുക്കൻ വന്നു കയറുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അവന്റെ മുമ്പിൽ കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം, അത്രേ ഉള്ളൂ. സാരമില്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇണക്കിയിട്ട് ഇനിയൊരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും. അവിടെ ആകുമ്പോൾ നല്ല തണുത്ത സോഡയും കിട്ടും. വരിക, പോവാം. ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും, അതേ ഉള്ളൂ. ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? സ്ത്രീധനം കൊടുക്കാനില്ലാണ്ട് അച്ഛൻ കണ്ടുപിടിച്ചൊരു സംബന്ധക്കാരനെ. ഇങ്ങനെയൊക്കെ വന്ന് പെടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അച്ഛൻ ഇത് ആലോചിച്ചത്. മക്കൾക്ക് നന്മ ഉണ്ടാവണമെന്നല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടാന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. കിട്ടിയതുകൊണ്ടൊന്നും മതിയായിട്ടില്ല അയാൾക്ക്. കാണിച്ചു കൊടുക്കാം. ഉണ്ണി, ഗോവിന്ദോട്ടോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട. അറിഞ്ഞാൽ അത് മതി. അല്ലാണ്ട് എന്നെ ഒരുപാടായി നമുക്ക് വേണ്ടി. ആർക്കാ ചെല്ലപ്പാ ഇക്കൊല്ലത്തെ കോൺട്രാക്ട്? എന്താ ഇത്ര സംശയം? എല്ലാ കൊല്ലത്തെ പോലെ പുത്തൻപുരക്കലെ ചന്ദ്രൻ കുഞ്ഞിന്. ഓഹോ, എന്നാ ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? താൻ 2 ചായ. എന്നാ കേട്ടോ, ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തൻ കോൺട്രാക്ട് പിടിച്ചു. തമിഴ്നാട്ടിൽ നിന്നോ? ഈ നാട്ടിലോ? സംശയം ഉണ്ടെങ്കിൽ പപ്പൻ ചേട്ടനോട് ചോദിച്ചാട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്ട് TVയിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ എത്തും. ആളിനി മണൽ കോൺട്രാക്ട് ആണോ അബ്കാരിയാണോ? വാച്ചർക്ക് എല്ലാം ഒരുപോലെയാ. 15 ലോറിയാ തമിഴ്നാട്ടിൽ നിന്ന് വരണേ. ലോറിക്ക് 2 വെച്ച് 30 പേര്. രാമൻകുട്ടിക്ക് കോള് തന്നെ. 2 or 3 പണിക്കാരെ കൂടെ നിർത്തിക്കോ. അപ്പുറത്തൊരു ചാർത്ത് എറിക്കാലോ എന്ന് ആലോചിക്കുക. താമസത്തിന്റെ വകയിലും വല്ലത് തടയൂലോ. തമിഴനായാലും തെലുങ്കനായാലും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ചയാണ് പ്രധാനം. എനിക്ക് ഈ നാട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നമാ വലുത്. ഒറ്റ വണ്ടി ഇറക്കില്ല, കൊടി പൊക്കും ഞാൻ.
ഇതിന്റെ സത്യം ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഞാൻ ഈ കേട്ടത് സത്യമാണോ? സത്യമാണ്. ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു എന്ന് കടലാസ് വന്നു. ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ. എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാര്. ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ? നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഞാൻ അന്വേഷിക്കാണ്ടിരിക്കുവോ? മോളിൽ നിന്ന് കയറി വെട്ടിയിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? ചെയ്യാൻ പലതും ഉണ്ട്. അത് ഞാനിനി പറഞ്ഞു തരണോ? ചെല്ലപ്പനില്ലേ കൂടെ? വന്നാൽ അയാളെ ഇവിടെ നിർത്തി പൊറപ്പിക്കരുത്. അതിലാ കാണണ്ടേ ചെല്ലപ്പന്റെ മിടുക്ക്. വന്ന വഴിക്ക് കെട്ടുകെട്ടണം. അതിനുള്ള വഴിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഒളിക്കണ്ട ഒളിക്കണ്ട, ഞാനാണ്. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷമിട്ട് നടന്നാൽ ഒരു 35-40. അതിൽ കൂടുതൽ പറയില്ല അപ്പുമ്മയ്ക്ക് ഇപ്പോഴും. എന്ന് വെച്ചാൽ ഇനിയും വൈകിപ്പോയിട്ടില്ലാന്നർത്ഥം. കൊച്ചേ, ഈ ജീവിതം എന്ന് പറയണത് ആ കൂടെ ഒന്നേ ഉള്ളൂ. അത് പങ്കുവെക്കാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ. അത് കൈവിട്ടോ പിന്നെ ഈ ഒറ്റത്തടി. അതാ സുഖം. വയ്യാണ്ട് എവിടെയെങ്കിലും കിടക്കുമ്പോഴറിയാം. എന്നും ചാവടി വന്ന് വിളമ്പി തരാൻ ഞാനുണ്ടാവില്ല. ഞാൻ അങ്ങനെ. പക്ഷെ അതിനും തറവാട്ടിലെ കാരണവരുടെ സമ്മതം വേണം. സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും. അതാ ഇവിടുത്തെ പതിവ്. വയ്ക്കോ. വേണ്ട. നന്ദിനി, എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നിനക്കവനെ ശരിക്കും ഇഷ്ടമാണോ അതോ അവനെ കളിയാക്കാണോ? അപ്പുമാമയ്ക്ക് അങ്ങനെയാണ് തോന്നിയേ. തോന്നിയാൽ തന്നെ എന്താ തെറ്റ്? അവനോടും അവന്റെ അമ്മയോടും നിറവുകേടല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര്? നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടാ ചോദിക്കണേ. ആർ യു സീരിയസ്? ഗോനൂട്ടേട്ടൻ ഇങ്ങനെയായി പോണതില് എനിക്ക് വിഷമമുണ്ട്. വിഷമം എനിക്കുണ്ട്. അതല്ല ചോദിക്കണേ. അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിനക്കുണ്ടോ എന്നാണ്. അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പുമാമേ. ആലോചിക്കണം. ആലോചിക്കാൻ സമയമായി. എതിർക്കാനേ ഉണ്ടാവൂ എല്ലാരും. ആരും ഇല്ലെങ്കിലും അപ്പുമാമ ഉണ്ടാവും. ഈ ചാവടിയും പറമ്പും എന്റെ പേരില്ല. അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ ഒരു വീതം. ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാധാരമൊന്നും ആവില്ല. ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഇന്ന് ഒരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറി എങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. സാപ്പിടുമോ എന്തോ? സാപ്പിടുവ.
എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ല ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി கேரியல்ல என்ன இருக்கு? சாப்பாடு. அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി தண்ணி சாப்பாட்டுக்கு அப்புறம். അയ്യോ, ഇവിടെയൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ ചാപ്പാട്. ஓ அந்த தண்ணியா? அதெல்லாம் தேவையில்லை, தேவையில்லை தான் சொல்றேன். ഛോ, നീ പോടാ, പോയി പണിയോക്കടാ. ആ നിനക്കണ്ട അത് വണ്ടിത്താഴത്തുനിന്നാ. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പോടാ പോടാ. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര കഴിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ഐസ് இருக்குல்ல, கொண்டு வந்து விடு. അല്ല സാർ. போயா. ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ എന്താ? പോയി 2-3 വലിയ കഷ്ടം എടുത്തോണ്ടേ. அடே ரத்தம் வருதுப்பா. വേണ്ട, ഈ നല്ല തുണിയിൽ നിന്ന് രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതിയിൽ ചെന്നാ ഐസ് എന്നതിന്റെ പേരിൽ സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? கம்பி, என்ன விஷயம்? വിഷയമൊന്നുമില്ലേ. ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എൻ്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോൾ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പാൻഡർ വെച്ച് അവൻ്റെ തലയ്ക്ക് അടി വെച്ച് കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞ്? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ? നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മിത്തല്ലും.